ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നല്ല ചായ എന്ന് വെച്ചാൽ എന്താണ്? അതായത് കടുപ്പം, ടേസ്റ്റ് എല്ലാം ഒത്തിണങ്ങിയത് ചായ മാത്രമല്ലേ നല്ല ചായ എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു ചായ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കടുപ്പവും ടേസ്റ്റും എല്ലാം മധുരവും എല്ലാം ഒത്തിണങ്ങിയ നല്ലൊരു ചായയുടെ റെസിപ്പി കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ചായ ഓരോ രീതി. ചിലർക്ക് തീരെ പാലിൻ്റെ അംശം വേണ്ട, വെള്ളം കൂടുതൽ ആഡ് ചെയ്യും. പക്ഷേ വെള്ളം കൂടുതൽ ആഡ് ചെയ്താൽ ചായക്ക് അത്ര ടേസ്റ്റി ആവത്തില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം വെള്ളം എപ്പോഴും കുറയ്ക്കണം, എന്ന് വെച്ചാൽ തീരെ കുറയ്ക്കേണ്ട. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാനൊരു 4 സ്പൂൺ തേയില ഇട്ട് കൊടുക്കുന്നത്. ഓവർ കടുപ്പമുള്ള തേയിലയല്ല, അതുകൊണ്ടാണ് 4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിക്കുന്നുണ്ട്. ഗ്യാസ് സിമ്മിലിട്ടിട്ടാണ് തിളപ്പിക്കുന്നത്. അത് കടുപ്പം എല്ലാം ഒന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ 2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്കൊന്ന് തിളപ്പിക്കാം. അതിലേക്ക് 2 ഏലക്ക ചതച്ചതും പിന്നെ ഒരു സ്മോൾ പീസ് ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയുടെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. പ്രതിരോധ ശേഷിക്കും ജലദോഷം, ചുമ, വയറിലെ അസ്വസ്ഥതകൾ അതിനൊക്കെ ഇഞ്ചി ബെസ്റ്റാണ്. അപ്പോൾ ഒരു ഇഞ്ചി ചായ കുടിച്ചുകൊണ്ട് ദിവസം ആരംഭിച്ച അന്നെല്ലാം ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് ചായയെ. അപ്പോൾ തിളച്ച ഉടനെ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കരുത്. അപ്പോൾ ചായക്കൊരു ടേസ്റ്റ് കിട്ടത്തില്ല. നമ്മൾ സിമ്മിലിട്ടൊരു 3-4 തിളപ്പിക്കണം, എങ്കിൽ മാത്രമേ ആ ചായ നല്ല സ്ട്രോങ്ങും ടേസ്റ്റി ആയിരിക്കത്തുള്ളൂ. തിളച്ച് വന്നപ്പോൾ ഞാനത് സിമ്മിലിട്ടൊരു 2-3 തിളപ്പിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ കണക്ക് ഞാൻ പറയുന്നില്ല. ഞാനൊരു മധുരപ്രേമി ആയതുകൊണ്ട് നല്ലപോലെ എനിക്ക് മധുരം വേണം. ചിലർക്ക് മധുരം ആവശ്യമില്ല. അപ്പോൾ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള മധുരം ചേർത്താൽ മതി. അപ്പം എനിക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട്. പിന്നെ സിമ്മിലിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ മറക്കരുത്. ഒരു 2-3 പ്രാവശ്യം തിളപ്പിച്ചാൽ മാത്രമേ ചായ ടേസ്റ്റി ആയിട്ടിരിക്കത്തുള്ളൂ. അപ്പം ചായ എല്ലാവരും വെച്ച് കുടിക്കുന്നതാണ്. എല്ലാവർക്കും ചായ വെക്കാൻ അറിയാം. ചിലരൊക്കെ ഈ ചായ വെക്കാറുണ്ട്. അപ്പോൾ വെക്കാത്തവർ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് ചായ വെച്ച് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. കാരണം ഒരുപാട് ഹെൽത്തി ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ചായയാണ്. പിന്നെ ഒരു തവണ നമ്മളിങ്ങനെ ഉണ്ടാക്കി കുടിച്ചാൽ പിന്നെ ഇതുപോലെ ചായ വെച്ച് കുടിക്കത്തുള്ളൂ. അത്രയ്ക്ക് നല്ല ചായയാണ്. ഇങ്ങനൊരു ചായ കുടിച്ചുകൊണ്ടൊരു ദിവസം ആരംഭിച്ചാൽ അന്നത്തെ ദിവസം വളരെ ബെറ്റർ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ ഡേറ്റ്സും ചായയും കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം